ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പീസ് കഷ്ണമായിട്ടാണ് കേട്ടോ. ഒരു പീസ് കഷ്ണം അല്ല, ഇതൊരു പാൻറ്റാണ് കേട്ടോ. പലാസ പാൻറ്റ് പോലത്തെ അമ്മയുടെ ഒരു പാൻറ്റാണ്. അപ്പോൾ അമ്മ അത് ഉപയോഗിക്കാറില്ല, പക്ഷേ നല്ല കതർ ടൈപ്പിൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ളൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിക്ക് അത് ഇഷ്ടമല്ല ഇടുന്നത്. അപ്പം ഞാനത് വെച്ച് ടോപ്പ് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ ഈ ലിറ്റിൽ ഹാർട്ട്സ് ഫിലിമിലെ ഒരു സോങ്ങിൽ നമ്മുടെ സിനിമ നടി ഇടുന്നൊരു ടോപ്പ് ഉണ്ടല്ലോ, അതുപോലെ സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമുക്ക്. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലുള്ള ടൈമിലാണ് ഞാൻ ചെയ്തത്. പക്ഷേ വീട്ടിലുള്ള ടൈമിൽ കുഞ്ഞാപ്പി ഇത്തിരി വാശിയായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കൂടുതലും കട്ട് ചെയ്തെന്ന ചേച്ചിയായിരുന്നു. നമ്മൾ സ്ക്വയർ കഴുത്താണ് കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ പാകത്തിനുള്ളൊരു ടോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ കഴുത്ത് മാത്രമാണ് കേട്ടോ ഒത്തിരി സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണമെന്നുള്ളൂ. പിന്നെ നമ്മൾ കൈൻ്റെ പീസ് വെട്ടിയത് നമ്മൾ സാധാ കൈ വെട്ടുന്നതിന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ലെങ്ത്തായിട്ട് നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ എറണാകുളത്ത് വന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അപ്പോഴും കുഞ്ഞാപ്പി ഇടച്ചിലായിരുന്നു. ചില മഴയൊക്കെ ആയപ്പോൾ കുഞ്ഞാപ്പിക്ക് ചെറിയൊരു വയ്യാഴികയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുഞ്ഞാപ്പി നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ആഗ്രഹിച്ച് തയ്ച്ചായിരുന്നു എനിക്കതൊരു വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ പാകത്തിനുള്ളൊരു ടോപ്പൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ കഴുത്താണ് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രെൻഡിങ് ടോപ്പ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് അധികം പൈസ ഇതൊന്നും വരുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ട്രെൻഡിങ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സ്ക്വയർ കഴുത്ത് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ സെൻറ്ററൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും നമുക്കതൊരു അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കൈയൊക്കെ വെട്ടുമ്പോൾ സാധാ ടോപ്പിനൊക്കെ വെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. സിമ്പിളായിട്ട് നമ്മൾ കൈയിൻ്റെ അളവിലൊന്ന് ജസ്റ്റ് ലോങ് ആയിട്ട് അവിടെ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഒത്തിരി സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കതിന് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മെഷർമെൻ്റ് ഒന്നും എടുക്കാതെയാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇത്തിരി കുറവായിട്ട് തോന്നിയിരുന്നു. പക്ഷേ അധികം ഇറക്കില്ലാത്ത ടോപ്പാണ് ഈ മോഡലൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് ഒത്തിരി അങ്ങനെ ഇറക്കില്ലാത്ത ഇട്ടപ്പോൾ അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ താഴെയായിട്ട് നമ്മളതിനൊരു നമ്മൾ അവിടെയും നമ്മളൊരു സ്ലിറ്റ് പോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടിയിലും കണ്ടോ നമ്മൾ ഞെറിവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഇറക്കമൊക്കെ തോന്നിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നൊരു പലാസ പാൻറ്റൂടെ വെച്ചിട്ടാണ് ഞാനിതിട്ടത്. ജീൻസിലൂടെയും പെയർ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഓക്കെ, ബൈ, ടേക്ക് കെയർ ഓൾ.